ക്യാരറ്റ് വെച്ച് അടിപൊളി ഒരു മധുര പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഉണ്ടായ ക്യാരറ്റാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആരോറൂട്ടിൻ്റെ കുറച്ച് ബിസ്ക്കറ്റും കൂടെ വേണം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് അല്പം ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ അത് പൊടിച്ച് മാറ്റിയതിന് ശേഷം അതേ ജാറിലേക്ക് അല്പം ബദാമാണ് എടുത്തിട്ടുള്ളത്. അതും ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് ഈ പഞ്ചസാരയിൽ തന്നെ കിടന്ന് വേവണേ, കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് പച്ചപ്പ് മാറുന്നിടം വരെ വേവിച്ചെടുക്കുക പഞ്ചസാരയിൽ തന്നെ. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബദാം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ക്യാരറ്റിനകത്തേക്ക് ഫുള്ളായിട്ട് പൊടികളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടി നമുക്ക് ഏത് ആകൃതിയിലാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെ ആക്കിയെടുക്കുക. ഇപ്പം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഡെസ്കിനേറ്റ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിളൊന്നും ക്യാരറ്റൊന്നും കൂട്ടാത്ത പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ക്യാരറ്റ് വെച്ചുള്ള മധുര പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലതല്ലേ ക്യാരറ്റും നട്ട്സൊക്കെ. അങ്ങനെ ഇത് ഫുള്ളായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.